ശുഭ നായർ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ വീഡിയോ ആയിട്ട് വന്നില്ലല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ ഷോർട്സും കാര്യങ്ങളൊക്കെ ഒത്തിരി ഇട്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു കല്യാണത്തിനൊക്കെ പോയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഇന്നലെ വീഡിയോ ഇടാനുള്ള ഒരു സാവകാശവും സമയവും ഒന്നും കിട്ടിയില്ല. അതുകൊണ്ടാകട്ടോ ഇന്നലെ വീഡിയോ ഇടാഞ്ഞത്. അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല് കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് ഒരു ഹൈഡ്രാ ഫേഷ്യൽ, ഇപ്പോഴത്തെ ഒരു തരംഗമാണല്ലോ ഹൈഡ്രാ ഫേഷ്യൽ. എല്ലാവർക്കും അതേ ഉള്ളൂ. എന്നോട് ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, ശുഭേ ഹൈഡ്രാ ഫേഷ്യൽ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഹൈഡ്രാ ഫേഷ്യൽ പോയി പഠിച്ചു. നമുക്ക് ക്ലാസ് വരുമല്ലോ, അത് ഇറങ്ങിയ സമയത്ത് ഒരു വർഷമൊക്കെ ആയെന്ന് തോന്നുന്നല്ലേ ഹൈഡ്രാ ഇറങ്ങിയിട്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ പോയി പഠിച്ചു. പക്ഷേ അതിൻ്റെ ഒരു മെഷീൻ വഴി നമുക്ക് കുറേ പ്രൊസീജിയർ ഉണ്ട്. അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഹൈഡ്രാ ഫേഷ്യൽ. അപ്പോൾ ഹൈഡ്രാ ഫേഷ്യൽ എന്തിനാണ് ചെയ്യുന്നത്? നമ്മുടെ പ്രായത്തെ കുറച്ച് പിടിച്ചു നിർത്താനും സ്കിൻ ഒത്തിരി തൂങ്ങിപ്പോകാതിരിക്കാനും ഒക്കെ ആയിട്ടാണ് ഈ ഹൈഡ്രാ ഫേഷ്യൽ എന്നും പറഞ്ഞ സാധനം ഈ മെഷീൻ വഴി നമുക്ക് ചെയ്യാം, നമ്മുടെ പാർലറുകളിലൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയത്. പക്ഷേ ഞാൻ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുന്നില്ല. ഞാൻ കാര്യം എന്താണെന്നറിയാൻ വേണ്ടി പോയി പഠിച്ചു. അതിൻ്റെ മെഷീനും ഒക്കെ കണ്ടു, അതിൻ്റെ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ അറിഞ്ഞു. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഹൈഡ്രാ ഫേഷ്യൽ നമുക്കിന്ന് വീട്ടിൽ ചെയ്താലോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞു തരാം. ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുന്നതിന് തുല്യമായിട്ട് നമ്മുടെ മുഖം അതുപോലെ തന്നെ, അതായത് ഒരു കെമിക്കലും ഇല്ലാതെ നമുക്ക് ഹൈഡ്രാ ഫേഷ്യലിന് തുല്യമായിട്ട്, ഹൈഡ്രാ ഫേഷ്യൽ എന്താണെന്നുള്ളത് ഞാൻ പഠിച്ചല്ലോ. അപ്പോൾ ആ ഹൈഡ്രാ ഫേഷ്യലിന് തുല്യമായിട്ട് നമുക്ക് നമ്മുടെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് നമുക്ക് ഹൈഡ്രാ ഫേഷ്യൽ വീട്ടിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ക്ലെൻസിങ്. അപ്പം ക്ലെൻസിങ്ങിനായിട്ട് നമ്മൾ പാല് തന്നെ എടുക്കണം. ക്ലെൻസിങ് മിൽക്ക് കയ്യിലുള്ളവർ ക്ലെൻസിങ് മിൽക്ക് എടുത്ത് മുഖം ക്ലെൻസ് ചെയ്തു. അത് കയ്യിലില്ലാത്തവർ ഒത്തിരിയും പേരുടെ അടുത്തത് കാണത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പാർലറിൽ പോകാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട്. ഇപ്പോഴാണ് ശുഭ പറയുന്നതൊക്കെ കേട്ടിട്ട്, അതൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമല്ല. അപ്പം പാർലറിൽ പോകാൻ സാധ്യതയില്ലാതെ പോയിട്ടില്ലാത്ത ഒരുപാട് പേര് കാണും. അപ്പം ക്ലെൻസിങ് മിൽക്ക് കാണാൻ വഴിയില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ പാലുണ്ടല്ലോ, ആ പാലെടുക്കുക. പച്ചപ്പാലെടുത്തിട്ട് മുഖം നല്ലപോലെ മുഖത്തോട്ട് കുറച്ച് പാല് തേച്ച് വെച്ചിട്ട് ഒന്ന് മസാജ് ചെയ്തിട്ട് കോട്ടണോ ടിഷ്യോ കൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് തുടയ്ക്കുവാണെങ്കിൽ നമുക്ക് ശരിക്കും അതേ നമ്മുടെ ഡസ്റ്റും ഡയർട്ടും എല്ലാം വരും. പാലെന്ന് പറയുന്ന നല്ലൊരു ക്ലെൻസറാണ് കേട്ടോ. അപ്പോൾ പാലെടുത്ത് ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്നതാ? അപ്പോൾ നല്ലപോലെ തുടച്ച് കളഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യണം. സ്ക്രബ് ചെയ്യാനായിട്ട് നമ്മുടെ അരിപ്പൊടിയും കുറച്ച് തേനും പഞ്ചസാരയും, നമുക്ക് ഈ അരിപ്പൊടിക്കകത്തോട്ട് പഞ്ചസാര ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു സ്ക്രബായി. അരിപ്പൊടി തന്നെ നന്നായിട്ട് സ്ക്രബ് ചെയ്യാനായിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷേ അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കുറച്ച് തേനും കൂടെ അങ്ങ് ഒഴിച്ചു. അപ്പോൾ നമ്മൾ ഹൈഡ്രാ ചെയ്യുന്ന പോലെ തന്നെ വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റിയ ഫേഷ്യലാണിത്. അപ്പോൾ മസ്റ്റായിട്ടും തേൻ ഒഴിച്ചിരിക്കണം കേട്ടോ. ഒന്ന് നനയാനും എല്ലാത്തിനും കൂടെ ഒരു തേന് നല്ലപോലെ ഒന്ന് വെറ്റായി കിട്ടാനായിട്ട് ഉറപ്പായിട്ട് തേൻ ഒഴിക്കണം. അപ്പോൾ അതിട്ടിട്ട് നല്ലതുപോലെ അങ്ങ് മസാജ് ചെയ്യുക. മൂക്കിൻ്റെ രണ്ട് സൈഡ്, മൂക്കിൻ്റെ ഇവിടെ, കണ്ണിൻ്റെ ഭാഗം, കണ്ണിൻ്റെ കണ്ണാടി വെക്കുന്ന ഭാഗം, അങ്ങനെ എല്ലായിടവും നല്ലതുപോലെ. ഈ ഭാഗം കൂട്ടണ്ട, ഈ ഒരു ഫിംഗർ, ഈ ഒരു ഇവിടം വെച്ച് മാത്രം മസാജ് ചെയ്യണേ. മസാജ് ചെയ്ത് ഇവിടം ഇങ്ങനെ എല്ലായിടത്തും നല്ലപോലെ മസാജ് ചെയ്യുക. ഞാൻ മസാജ് ഒരുപാട് പ്രാവശ്യം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എല്ലാവരും ചെയ്യുക. നല്ലപോലെ മസാജ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? ഡെഡ് സെൽസ് എല്ലാം പോകും. ഡെഡ് സെൽസ് എല്ലാം പോകുമ്പോൾ സ്കിന്നിന് പുതുജീവൻ കിട്ടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഡെഡ് സെൽസ് എല്ലാം മാറും. ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് എല്ലാം മാറും. വൈറ്റ് ഹെഡ്സ് മിക്കവാറും, ബ്ലാക്ക് ഹെഡ്സ് ഇല്ലെങ്കിലും വൈറ്റ് ഹെഡ്സ് ഒരുപാട് പേർക്ക് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം അതെല്ലാം മാറി നല്ല പോലെ റബ്ബ് ചെയ്ത് വാഷ് ചെയ്തിട്ട് വീണ്ടും നല്ല ഒരുപാട് ടവൽ, ഇങ്ങനെ ഹാർഡായിട്ടുള്ള ടവലൊന്നും എടുത്ത് വെക്കരുത് ആരും. നമ്മുടെ നല്ല സ്മൂത്തായിട്ടുള്ള എന്തെങ്കിലും ടവൽ എടുത്ത് വെക്കുക. മുഖം നല്ല പോലെ ഒപ്പി അതും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? മൂന്നാമത്തെ സ്റ്റെപ്പ് നമുക്ക് കുറച്ച് പഴുത്ത തക്കാളി എടുത്തിട്ട് അതിൻ്റെ ജ്യൂസാക്കണം. തക്കാളി നല്ലപോലെ ജ്യൂസാക്കി നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് അടിച്ച് നല്ലതുപോലെ ജ്യൂസാക്കിയിട്ട് അവിടെ ഒരു ബൗളിൽ എടുത്ത് വെച്ചു. ബൗളാണേ, ഇതിലോട്ട് എടുത്ത് വെച്ചു. അതിനകത്തോട്ട് തേന്
നമ്മൾ ആദ്യം തേൻ വേണമല്ലോ, തേൻ എടുത്താണ് നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് തേൻ ഉപയോഗിച്ചു. അപ്പോൾ ഇതിനകത്തും കുറച്ച് തേൻ ഒഴിച്ച് കൊടുക്കുക, സ്വല്പം കാപ്പിപ്പൊടി ആളത്ര നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരാളല്ല. കാപ്പി കുടിക്കാൻ മാത്രമല്ല കാപ്പിപ്പൊടി, നമ്മുടെ സ്കിന്നിനെ നല്ല ചെറുപ്പമാക്കാൻ പറ്റിയ ഒരു സാധനമാണ് കാപ്പിപ്പൊടി. അപ്പം കുറച്ച് കാപ്പിപ്പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കുക. ആരൊക്കെ അതിനകത്ത് ഇരിക്കുന്ന തക്കാളിക്കുട്ടനുണ്ട്, കാപ്പിപ്പൊടിക്കുട്ടനുണ്ട്, പിന്നെന്താ തേൻ. ഇത് 3 നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കുക. സ്കിന്നിനെ നറിഷാക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു കാര്യമാണ്. അപ്പം ഹൈഡ്രാ ഫേഷ്യലും കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. നമ്മൾ ഹൈഡ്രാ ഫേഷ്യൽ പഠിച്ചവർക്കറിയാം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്കിന്നിനെ ചെറുപ്പമാക്കാൻ പറ്റിയതെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് പ്രൊസീജിയർ ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ ലോഷൻസും അതും ഇതുമൊക്കെ ഉണ്ട്. നമ്മൾ മെഷീൻ വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രാ ഫേഷ്യലിന് നല്ല ചാർജാണ്. അത് പോയി ചെയ്യാനായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊന്നും പോകുന്നവർ പൊക്കൂ, അല്ലാത്ത കുറേ ആൾക്കാരുണ്ട് നമ്മുടെ കൂടെ. അപ്പം അവർക്ക് വേണ്ടി ഞാനിത് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളി നീരും നമ്മുടെ കാപ്പിപ്പൊടി ഒത്തിരി എടുക്കേണ്ട, ഒരു സ്വല്പം എടുത്താൽ മതി. അതും എടുത്തിട്ട് തേനും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ അങ്ങോട്ട് എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് തേച്ച് കൊടുത്ത് അങ്ങോട്ട് മസാജ് ചെയ്യണം. കണ്ണടച്ച് പിടിച്ച് അങ്ങോട്ടൊരു 10 മിനിറ്റ് നേരം മസാജ് കൊടുത്തേ. തക്കാളി നീര്, തേന്, കാപ്പിപ്പൊടി നല്ലതുപോലെ അങ്ങോട്ട് മസാജ് കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ സ്കിന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ, എങ്ങനെയാവും എന്നൊന്ന് നിങ്ങൾ തന്നെ പറയണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് ഓടിച്ചിട്ട് ചെയ്ത് നോക്കി കേട്ടോ. എനിക്ക് സ്കിന്നിന് നല്ല മാറ്റമായിരുന്നു. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അപ്പം ഹൈഡ്രാ ഫേഷ്യലിന് ഒരു 4-5 സ്റ്റെപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ക്ലെൻസിങ്, സ്ക്രബ്, പായ്ക്ക് ഇതും കൊണ്ട് നിർത്തുന്നില്ല. നമ്മൾ ഇവിടെയും അടുത്ത ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ തക്കാളി നീര് നല്ല പഴുത്തതും ഇച്ചിരി പുളിയുള്ളത് നല്ല പഴുത്തതുകൊണ്ട് ഇടയ്ക്ക് വരുന്ന ഒരു തക്കാളി എടുക്കേണ്ടത്. തക്കാളി നേരെ തേന്, കാപ്പിപ്പൊടി എടുത്തു, നല്ലതുപോലെ മസാജ് ചെയ്തു, നന്നായിട്ട് മസാജ് ചെയ്തു. നമ്മൾ കഴുത്തേലും കൂടെ കൂട്ടി മസാജ് ചെയ്യണം. അപ്പോൾ ആ മസാജ് കഴിഞ്ഞു തണുത്ത വെള്ളം മുഖത്തൊഴിച്ച് നല്ലതുപോലെ മുഖം വാഷ് ചെയ്തിട്ട് മുഖം ഒപ്പിക്കൊടുത്തു, ടവല് മാറ്റി വെച്ചു. അടുത്തത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നറിയുമോ? നമ്മൾ ഈ കൊറിയക്കാരൊക്കെ ഉണ്ടല്ലോ, കൊറിയയിലുള്ളവരൊക്കെ എങ്ങനെയാണെന്നറിയുമോ? അവരുടെ സ്കിന്ന് നല്ല ഗ്ലാസ് സ്കിന്നാണ്, നല്ല ഗ്ലോയാണ്. അവരെ ഇങ്ങനെ തൊട്ട് നോക്കാൻ നമുക്ക് അതുപോലെ കൊറിയക്കാരുടെയൊക്കെ സ്കിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നമ്മുടെ മൊബൈലിലൊക്കെ ഒത്തിരി ആൾക്കാർ അവരെ നോക്കിയാൽ അറിയാൻ പറ്റും. നല്ല സോഫ്റ്റായിട്ട് നല്ല ഗ്ലോ ആയിട്ടുമാണ് അവരുടെ സ്കിന്നൊക്കെ ഇരിക്കുന്നത്. എന്താണ് അവരുടെ മുഖത്ത് അപ്ലൈ ചെയ്യുന്ന അറിയാവോ? നമ്മുടെ ചോറ്, നമ്മൾ കഴിക്കുന്ന നമ്മുടെ ചോറാണ് എപ്പോഴും കഞ്ഞിവെള്ളമായിട്ടും അരി കഴുകിയ വെള്ളമായിട്ടും ചോറായിട്ടും എല്ലാം എപ്പോഴും അവരുടെ സ്കിന്നേൽ അപ്ലൈ ചെയ്യും. അതുകൊണ്ടാണ് അവരുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 4-ാമത്തെ സ്റ്റെപ്പ് എന്താണെന്നറിയുമോ? കുറച്ച് ചോറെടുത്ത് പാലിനകത്ത് അങ്ങോട്ട് അടിച്ചെടുക്കണം. നന്നായിട്ട് ചോറ് കുറച്ചെടുത്തിട്ട് നമ്മുടെ ഏത് ചോറാണേലും കുഴപ്പമില്ല, മട്ട റൈസ് ആണെങ്കിലും നമ്മുടെ സുരേഖയാണേലും ജയാണേലും വെള്ളയരിയില്ലേ, ഏതാണേലും നമുക്ക് പ്രശ്നമില്ല. കുറച്ചൊന്ന് എടുത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് പച്ചപ്പാലും കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ അരച്ചെടുത്തില്ലേ, ആ അരച്ചെടുത്തത് നമ്മുടെ മുഖത്തേക്ക് ആ തക്കാളിയുടെ മസാജ് കഴിഞ്ഞിട്ട് ഈ ചോറും പാലും കൂടെ ഉള്ളത് നമ്മുടെ സ്കിന്നിലേക്ക് നല്ലതുപോലെ അങ്ങോട്ട് മസാജ് ചെയ്യണം. അതും കഴിഞ്ഞിട്ട് അപ്പം കുറച്ച് മതി കേട്ടോ. അതും കഴിഞ്ഞിട്ട് മുഖം നല്ലപോലെ വാഷ് ചെയ്തു, നമ്മുടെ ടവലെടുത്തു, മുഖം ഒപ്പി അവിടെ മാറ്റി വെച്ചു. പിന്നെ അടുത്തത് പായ്ക്കാണ് കേട്ടോ. പായ്ക്കിനകത്ത് നമ്മൾ ഒരു ഏത്തപ്പഴം, നല്ല പഴുത്ത ഒരു ഏത്തപ്പഴം എടുക്കുക, ഒരു അരമുറി എടുക്കുക. ആ ഏത്തപ്പഴം കഴിഞ്ഞ ദിവസം ഞാനൊരു ഏത്തപ്പഴത്തിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ, അപ്പോൾ അതൊക്കെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഹൈഡ്രാ ഫേഷ്യലിന് തുല്യമായിട്ടൊരു ഫേഷ്യലാണ്. അപ്പം കുറച്ച് നല്ല ഏത്തപ്പഴം, ആ ഏത്തപ്പഴത്തിനകത്തോട്ട് കുറച്ച് തേനാണ് ഇതിൻ്റെ പ്രധാന ഘടകം. ഏത്തപ്പഴവും ചോറും തക്കാളി. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ എങ്ങനെ ഇരിക്കും നമ്മുടെ മുഖം? നല്ല ഗ്ലോ വരും. നല്ല നിങ്ങൾ ചെയ്ത് നോക്കപ്പോൾ നമ്മുടെ സ്കിന്ന് എങ്ങനെ നല്ല സോഫ്റ്റ് ആവുമെന്നും നമ്മുടെ സ്കിന്ന് എങ്ങനെ നല്ല ഗ്ലോ വരുമെന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പാണ് ഇത്. ഏത്തപ്പഴം നല്ലപോലെ അരച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ശകലം തേനും ഒഴിച്ചിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തിട്ട് 20 മിനിറ്റ് നേരം
ഒരക്ഷരം പോലും മിണ്ടാതിരുന്നോണം. പ്രത്യേകിച്ച് എനിക്ക് മിണ്ടാതിരിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതൊക്കെ ഇടുമ്പോൾ ഞാൻ മിണ്ടത്തില്ല കേട്ടോ. നമ്മുടെ സ്കിന്നിൽ ചുളിവ് വരും, പാടുവരും. ആരെന്ത് ചോദിച്ചാലും ഇങ്ങനെ ഇരുന്നോണം. അപ്പോൾ ഈ എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞ് നിങ്ങളുടെ മുഖം ഇത് 20 മിനിറ്റ് നല്ലതുപോലെ ഇത് കുറച്ച് നേരം മുഖത്തിരിക്കണം. കാര്യം ഏത്തപ്പഴം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്കിന്നിലേക്ക് കുറച്ച് നേരം ഇരുന്നാൽ മാത്രമേ അത് നല്ലപോലെ അബ്സോർബായിട്ട് നമുക്ക് കുറച്ച് സമയം കഴിയണം. അല്ലാതെ ഈ കടലമാവൊക്കെ മുഖത്തോട്ട് ഇടുമ്പോഴേ വലിഞ്ഞു മുറിയിരിക്കുന്ന പോലെ ഏത്തപ്പഴം വരത്തില്ല. അപ്പം ഏത്തപ്പഴവും തേനും കൂടെയുള്ള ഈ മിശ്രിതം കുറേ 20-25 മിനിറ്റ് നേരം മുഖത്തിരുന്നതിന് ശേഷം നല്ലതുപോലെ കഴുകിക്കളഞ്ഞിട്ട് നിങ്ങളുടെ മുഖത്തേക്കൊന്ന് നോക്ക്. ഇപ്പം ആരെങ്കിലും ഗസ്റ്റ് വരുമെന്നോ ഇപ്പം നമുക്ക് എവിടെയെങ്കിലും വെളിയിൽ പോകണമെന്നോ അങ്ങനെയൊക്കെ ഉള്ളൊരു ധൃതി പിടിച്ച് ഈ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യരുത്. ഇത് പതുക്കെ സാവകാശം ചെയ്യേണ്ട ഒരു ഫേഷ്യലാണ്. അതുകൊണ്ട് അത് ചെയ്ത് കഴിഞ്ഞിട്ട് മുഖം ഒന്ന് നോക്ക്. കുറേ ദിവസത്തിന് ഏത്തപ്പഴം പോലെ ഇരിക്കും നമ്മുടെ മുഖം. അതായത് ഇങ്ങനെ ഞവുന്നിരിക്കും. അതുപോലെ സോഫ്റ്റ് ആവും, അതുപോലെ ഗ്ലോ വരും മുഖത്ത്. അപ്പോൾ ഹൈഡ്രാ ഫേഷ്യൽ ഇത്രയൊക്കെ ഗുണമേ നമ്മൾ പാർലറിൽ പോയി 10,000-6,000 രൂപ കൊടുത്താലും ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഈ 6,000 രൂപയുടെ ഹൈഡ്രാ ഫേഷ്യൽ തുല്യമായ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റിയ ഈ ഫേഷ്യൽ ഇത് കണ്ട് ചെയ്തിട്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തോണം കേട്ടോ പറഞ്ഞേ. അല്ല മഴ ചാറുന്നുണ്ടോ? തുണി കിടപ്പുണ്ട്? ഇല്ല. അപ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും പിണങ്ങും. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബറെല്ലാം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ എന്നെ പുതുതായിട്ട് ആരെങ്കിലും ഈ ഫേഷ്യൽ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവർക്കും മനസ്സിലായി കരുതുന്ന കാര്യം അതിന് ഒന്നും കൂടെ ഞാൻ എടുത്ത് പറയണ്ടല്ലോ. റിവൈൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുകയില്ല. അപ്പോൾ ഞാൻ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ തുണി എടുക്കട്ടെ. ഓടിപ്പോയി തുണി എടുത്തു. എന്തെന്നറിയുമോ, ഇനിയിപ്പം നന്നായിട്ട് ഉണങ്ങിയ ഇവിടെ രാവിലെ ഭയങ്കര മഴയായിരുന്നു. മോള് നനഞ്ഞാണ് സ്കൂളിലൊക്കെ നനഞ്ഞെന്ന് പറഞ്ഞാൽ കുടയൊക്കെ പിടിച്ച് പോയത്. മഴയായിരുന്നു രാവിലെ ഒരു 5:15 തുടങ്ങിയ മഴയാണ് ഇവിടെ. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഉച്ചയായപ്പോൾ നല്ല വെയിലായിരുന്നു. അപ്പോൾ ഞാൻ തുണിയെല്ലാം വാഷിംഗ് മെഷീനകത്ത് കിടന്നെല്ലാം ഞാൻ കൊണ്ടുപോയിട്ട് നല്ലതായിട്ട് ഉണങ്ങി കേട്ടോ. ഇനി അത് നനച്ചാൽ പറ്റത്തില്ല. അത് ഉണങ്ങിയെടുക്കാതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഓടിയത് കേട്ടോ, സോറി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹൈഡ്രാ ഫേഷ്യൽ നിങ്ങൾക്ക് ഞാൻ ചെയ്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമൻറ്റിൽ പറഞ്ഞാൽ മതി. നമുക്ക് നാളെയോ വല്ലതും ചെയ്ത് കാണിക്കാം. എനിക്ക് ഇന്നിപ്പോൾ ഒരു സ്ഥലം വരെ പോകണം, കടയിൽ വരെ പോകണം. അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്ത് കാണിക്കാൻ. തന്നെയല്ല ഇത് സമയമെടുത്ത് ചെയ്യുകയും വേണം. ഇന്നെനിക്കതങ്ങ് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് പിന്നെ നമുക്ക് മേക്കപ്പിൻ്റെ കുറേ ആൾക്കാർ കഴിഞ്ഞ ദിവസം ഞാൻ മസ്കാരയുടെ കാര്യം പറഞ്ഞില്ലേ, കുറേ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ശുഭേ അത് അറിയത്തില്ലായിരുന്നു, എങ്ങനെയാണെന്ന് അറിയത്തില്ലായിരുന്നു, സാധനം കയ്യിലുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. പിന്നെ കുറേ ആൾക്കാർ ഇപ്പം നമ്മുടെ എങ്ങനെയാണ് പ്രൈമർ എന്താണ് എന്ന് ചോദിച്ചിട്ട് കുറച്ച് പേര് വന്നിട്ടുണ്ട്. ചിലപ്പോൾ നാളത്തെ വീഡിയോ അതായിരിക്കും. അപ്പോൾ ഇന്ന് എനിക്ക് ഇതങ്ങ് ഇടണമെന്ന് തോന്നി കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തപ്പോൾ മുതൽ എനിക്കങ്ങ് തോന്നിയതാണ് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന്. എന്ത് കാര്യവും എനിക്ക് ചെയ്തതിൻ്റെ ഒരു ഗ്ലോ എനിക്കിപ്പോഴും എൻ്റെ സ്കിന്നിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ഇന്നിപ്പം ഇത് പറയാനായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ വേറൊന്നും പറയാനില്ല. അപ്പോൾ ഓയിലിൻ്റെ ഉണ്ടല്ലോ എനിക്ക് 2-3 ഒരു ചെറിയ വിഷമം പോലൊക്കെ ആയി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡൽഹിയിലോട്ട് ഒരു 3 പേർക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഒരു 5-10 ദിവസമായെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷേ കുറച്ച് താമസം അവിടെ ചെന്നത്. ആ 3 പേരും എൻ്റെ അടുത്ത് അങ്ങ് ഭയങ്കരമായിട്ട് വന്നില്ല എന്താണ് വരാത്തത് അങ്ങനെ ഇങ്ങനെ. എനിക്കാണെങ്കിൽ ഇവിടെ ഓരോ തിരക്കും കാര്യങ്ങളും, അതിനിടയ്ക്ക് ട്രാക്കിംഗ് ID ഉണ്ടോ അതുണ്ടോ ഇതുണ്ടോ അതിങ്ങനെ നമ്മൾ പോയി നോക്കണമല്ലോ. ഇപ്പം നമ്മൾ കൊറിയർ വഴി അവർ കൊറിയർ ഓഫീസിലെ ആ ചെക്കൻ വന്ന് കൊണ്ടുപോയിട്ട് അവർ ഒരു സമയമാണ് എനിക്ക് അതിൻ്റെ സ്ലിപ്പ് ഇങ്ങോട്ട് ഇട്ട് തരുന്നത്. പക്ഷെ ഞാനതെല്ലാം കറക്റ്റ് നോക്കും കേട്ടോ. ഞാൻ കറക്റ്റ് ഓയിലിൻ്റെ കാര്യം കറക്റ്റായിട്ട് നോക്കുന്ന ആളാണ്. അപ്പോൾ അതെല്ലാം ഞാൻ ചെക്ക് ചെയ്യും. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ഒരു ദിവസം, അതായത് നമ്മളിവിടെ വണ്ടിയൊക്കെ മേടിച്ചെന്ന് പറഞ്ഞില്ലേ, ആ ദിവസം എനിക്കൊരു ചെറിയ അശ്രദ്ധ പറ്റി. ആ അശ്രദ്ധ മൂലം ഒരു 3 പേരുടെ നമ്മളവിടെ കൊടുത്തു. പക്ഷേ അവർ എങ്ങനെയോ മിസ്സായിപ്പോയി. അത് പറഞ്ഞാൽ മതി, എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ആ 3 പേരെ എനിക്ക് ഒരുപാട് സങ്കടമായി കേട്ടോ. ആ 3 പേരുടെ കാര്യമല്ല ഞാൻ പറയാൻ വന്നത്, ഡൽഹിയിലുള്ള കാര്യമാണ് പറയാൻ വന്നത്.
എങ്കിലും ആ 3 പേർക്ക് ഞാൻ നാളെ രാവിലെ തന്നെ ഇട്ട് കൊടുക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ 3 പേര് അവർ മഴയായി കേട്ടോ, അവരങ്ങ് ചോദിച്ചുകൊണ്ട് ഇരിക്കുക എന്താ കാര്യമെന്ന് പറയും. ഇട്ടിട്ടുണ്ടെന്ന് ഞാനും പറയുക. പക്ഷേ ഞാൻ കറക്റ്റ് റെസിപ്റ്റ് നോക്കിയപ്പം ആ 3 പേരുടെ റെസിപ്റ്റും ഇല്ല. ആ 3 പേരുടെ നമ്മളിവിടുന്ന് കൊടുത്തു, ഞാൻ ഡയറി എഴുതിയും വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പോയി എന്ന് കരുതിയിരുന്നു, അവിടെ ചെന്നിട്ടുമില്ല. ഇവിടെയോട്ട് കൊറിയർ ഓഫീസിൽ അതിൻ്റെ രേഖയൊന്നുമില്ല. അപ്പം കൊറിയർ ഓഫീസിൽ നമ്മൾ അന്ന് ഹസ്ബൻഡാണ് കൊറിയർ ഓഫീസിൽ കൊണ്ട് കൊടുത്തത്. എന്താണെന്നറിയില്ല, എന്തായാലും ആ 3 എണ്ണം മിസ്സായിപ്പോയി. അതൊരു ഭയങ്കര വിഷമമായിപ്പോയി. കാരണം എനിക്ക് ആ 3 ഓയിൽ പോയതിൻ്റെ അല്ല, ഇവർക്ക് ഇത്രയും ദിവസവും ഡിലേ ആയി പോവുകയും ചെയ്തു. അങ്ങനെ ഒരു കാര്യം കേട്ടോ. അതുകൊണ്ട് ഞാൻ ആ പേര് ഇതിനകത്ത് പറയുന്നില്ല കേട്ടോ, ഞാൻ വാട്സപ്പിൽ പറഞ്ഞേക്കാം. പക്ഷെ എന്തായാലും ആ 3 പേർക്ക് നാളെ തന്നെ ഞാൻ ഓയിലിട്ട് കൊടുക്കുന്നതായിരിക്കും. TVM, കണ്ണൂർ, പിന്നെ കാഞ്ഞങ്ങാട്, കാസർഗോഡ്, ഈ 3 സ്ഥലത്തോട്ടാകട്ടോ. ഈ 3 സ്ഥലമാണെന്ന് തോന്നുന്നു. അതെ. അപ്പം അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു. പിന്നെ ഡൽഹിയിലുള്ള ഇതുപോലെ എന്തോ പ്രശ്നമായിരുന്നു കേട്ടോ. അങ്ങോട്ടും ഇവർക്ക് 3 പേർക്കും ഒരേപോലെ കിട്ടി. ഒരാളാണെങ്കിൽ അതിനകത്ത് ഇത്രയും ഡിലേ വരുവാണെങ്കിൽ ക്യാഷ് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ കേൾക്കുമ്പം സത്യമായിട്ടും നിങ്ങളൊരു ഓയിലിന് ക്യാഷ് ഇട്ടാൽ ഒരു ഇനിയിപ്പം ഞാൻ പറയുന്നില്ല, 2 ദിവസമൊന്നും ഞാൻ പറയുന്നേ ഇല്ല. കാര്യം കൊറിയറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഡിലേ വന്നാൽ പോലും എന്താണെന്ന് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും. എനിക്കതിപ്പോൾ ഒരു മാനസികമായിട്ടൊരു ഭയങ്കരമായിട്ടൊരു വിഷമം പോലെ. കാരണം നമ്മൾ ഇടുകയും ചെയ്യും, അവിടെ ചെന്നുമില്ല, ഇടയ്ക്ക് അങ്ങനെ ഒരു ഇതായിട്ടിരിക്കുമ്പം ദയവ് ചെയ്ത് ഒരു 6-7 ദിവസമെങ്കിലും ഒരു സമയം തരിക കേട്ടോ. അത്രയേ ഒരു സമയത്തിനുള്ളിൽ അങ്ങ് കിട്ടും. പക്ഷേ 2 ദിവസത്തിനുള്ളിൽ കിട്ടും. ഇങ്ങനെ എന്തെങ്കിലും ഇവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഡിലേ വരുവാണെങ്കിൽ, എന്നിട്ട് പിന്നെ അവർ പറഞ്ഞു വേറൊന്നും കൊണ്ടല്ല ചേച്ചി, വേറൊന്നും കൊണ്ടും അല്ല. പിന്നെ അതെനിക്ക് മനസ്സിലാകും, അവർക്കും ഈ പറഞ്ഞ പോലെ എന്താണ് കിട്ടാത്തത്, എന്താണ് നമ്മൾ ഇത്രയും ദിവസം മുമ്പ് ക്യാഷ് ഇട്ട് കൊടുത്തതല്ലേ, എന്താണ് കിട്ടാത്തത്, അതൊക്കെ ആയിരിക്കും അവരുടെയും. ആണല്ലോ, അങ്ങനെയല്ലേ വരത്തുള്ളൂ. പക്ഷേ എനിക്ക് ഈ ഓട്ടപ്പാച്ചിലിനിടയ്ക്ക് എനിക്കിങ്ങനെ ഇടയ്ക്ക് വാട്സപ്പ് എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പക്ഷേ ചുരുക്കം ചിലർ കേട്ടോ, ഈ 3 പേരിൽ 2 പേര് കേട്ടോ, 2 പേര്. പക്ഷേ അവർക്ക് 3 പേർക്കും ഒറ്റ പോലെയാണ് അവിടെ കിട്ടിയത്. അപ്പോൾ എനിക്ക് മനസ്സിലായി 3 ഡൽഹിയാണ് സ്ഥലം. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ കൊറിയറിൻ്റെ എന്തോ ഡിലേ വന്നതാണെന്ന് മനസ്സിലായി. അപ്പോൾ എന്തായാലും സന്തോഷം, കിട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഞാനിതിപ്പോൾ പറയാൻ കാര്യം, നിങ്ങൾക്കൊരു 2-3 ദിവസത്തെ ഒരു താമസം വന്നാൽ കിട്ടിയിട്ടില്ല എന്ന് എൻ്റെ അടുത്ത് പറയണം. എന്ന് വെച്ച് വേറൊന്നും പറയല്ലേ. എന്തായാലും എല്ലാവർക്കും ആരൊക്കെ നമുക്ക് ക്യാഷ് ഇട്ട് തരുന്നുണ്ട്, അവർക്ക് അഡ്രസ്സും തരുന്നുണ്ട്, അവർക്ക് എല്ലാവർക്കും ഓയിൽ കറക്റ്റായിട്ട് ഞാൻ ഇവിടുന്ന് അയച്ചിട്ടിരിക്കും. എന്ത് പ്രശ്നം വന്നാലും ഓയിൽ കറക്റ്റായിട്ട് അയച്ചു തരും. അതുകൊണ്ട് ഇങ്ങനെ എന്താണ് വരാത്ത ഒരു പ്രാവശ്യം പറഞ്ഞാൽ ഞാനത് എന്താണ് പ്രശ്നം എന്ന് നോക്കി ഞാൻ പറയാൻ ശ്രമിക്കും. വേറെ ഇങ്ങനെ അതാ റിട്ടേൺ തന്നേക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം തന്നെ ഞാൻ റിട്ടേൺ തന്നേനെ. പക്ഷേ ഓയിൽ ഇവിടുന്ന് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് റിട്ടേൺ തരാത്തത്. അതൊക്കെ നമുക്ക് എന്തോ ഒരു നമുക്ക് എന്താ പറയുന്നത്, ജീവിത ഓട്ടത്തിനിടയ്ക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഇപ്പം എല്ലാം അങ്ങനെയാണ്, എല്ലാം സ്പീഡാണല്ലോ അല്ലേ. ഇപ്പോൾ അവരുടെ കൊറിയർ ഓഫീസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഡിലേ ആണെങ്കിൽ പോലും അത് ചില വാക്കുകൾ അങ്ങ് പറയുന്നതേ നമുക്കങ്ങ് വല്ലാണ്ട് കൊള്ളുന്ന പോലെ അങ്ങ് തോന്നും. അപ്പോൾ അതൊക്കെ പോട്ടെ, അവർക്ക് ഓയിലൊക്കെ കിട്ടി, കുഴപ്പമൊന്നുമില്ല. എനിക്കിങ്ങനെ ആദ്യമായിട്ടായിരിക്കും അല്ലേ, എന്നെ ആരും അങ്ങനെ ഒന്നും ഈ ഓയിൽ കൊണ്ടുപോയിട്ടുള്ളവരാണേലും ഒന്നും നമുക്ക് അങ്ങനത്തെ വാക്കുകളൊന്നും ഇതുവരെയും നമുക്ക് കേൾക്കാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ പെട്ടെന്ന് കേട്ടപ്പോഴത്തേനും ഒരു ഇത് എന്നുവെച്ചാൽ വേറൊന്നുമല്ല കേട്ടോ. അവർ പറഞ്ഞത് അവർക്ക് ഇത്രയും ദിവസമായി, അപ്പോഴത്തേനും ക്യാഷ് ഇങ്ങോട്ട് റിട്ടേൺ ചെയ്തേക്കുക, അങ്ങനെയുള്ള രീതിയിലാണ് സംസാരിച്ചത്, വേറെ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ പക്ഷെ നമ്മളത് ഇട്ടിട്ടുണ്ടായിരുന്നു അവരുടെ കുഴപ്പമായിരുന്നു, കൊറിയറുകാരുടെ കുഴപ്പമായിരുന്നു. അപ്പോൾ ഇന്നലെ കിട്ടിയപ്പോൾ എല്ലാം സമാധാനമായി. അപ്പോൾ ഞാനത് പറയാൻ കാര്യം, ആ ഒരു ഉദാഹരണം എടുത്ത് പറയാൻ കാര്യം, ഇനി അങ്ങനെ ഒരു 10 ദിവസം വേണ്ട, ഒരു 6-7 ദിവസത്തെയെങ്കിലും നിങ്ങൾ ഒരു സാവകാശം തരണം ഓയിലിട്ടാൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. അത്രയൊന്നും പോകത്തില്ല കേട്ടോ. അത് ഞാൻ പറഞ്ഞ 2-3 ദിവസത്തിൽ ഉറപ്പായിട്ടും കിട്ടും. അല്ല, ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെ ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയൊക്കെ വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞതാണ് കേട്ടോ. വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഹൈഡ്രാ ഫേഷ്യൽ എല്ലാവരും ചെയ്ത് നോക്കണം. ഹൈഡ്രാ ഫേഷ്യൽ പോയാൽ തന്നെ നിങ്ങൾക്ക് ഗുണം കിട്ടുന്ന ഒരു ഫേഷ്യലാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരും, ഇത് എത്ര ദിവസം കൂടുമ്പോഴാണ് ചെയ്യേണ്ടതെന്ന് വരും. ഇത് മാസത്തിലൊന്ന് ചെയ്താൽ മതി കേട്ടോ. 1 മാസം ആ ഗ്ലോ നിൽക്കും മുഖത്ത്. പിന്നെ നമ്മുടെ പഴയതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ഇടയ്ക്ക് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ നന്നായിട്ട്, അപ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ കിട്ടും. അതിൻ്റെ കൂടെ ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേനും സൂപ്പറാവും മുഖം. അപ്പോൾ എല്ലാവരും സുന്ദരികളായിട്ടും നന്നായിട്ടും ഇരിക്കട്ടെ. അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം, അടുത്ത ദിവസം കാണാം. ബൈ.